ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് എനർജി നോക്കാം. കറണ്ട് എനർജി നോക്കുമ്പോൾ ഇവിടെ ഫയർ എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതലും വരുന്ന എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ റൊമാൻറ്റിക്കും ഇമോഷണലും ആണ് എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർക്ക് യൂണിയനായ ആൾക്കാർക്കൊക്കെ കൺഗ്രാറ്റ്സ്. ഇനി കുറേ ആൾക്കാർ ഈ ഒരു എനർജിയുടെ ആ ഒരു ഫ്ലോ വച്ച് നിങ്ങളുടെ പേഴ്സണോട് വഴക്കിട്ട് ബ്രേക്കപ്പ് ആയ അവസ്ഥയിലുമാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു വാർണിംഗ് എനർജി നോക്കാതെയോ കേൾക്കാതെയോ അവരുടെ പേഴ്സണുമായിട്ട് വഴക്കിട്ട് അവസാനം അവരുടെ പേഴ്സൺ ദേഷ്യത്തിൽ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തതായിട്ടുള്ള ആ ഒരു എനർജിയിലുമാണ് ചില ആൾക്കാർ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ടൈം പീരീഡിൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ട്രിഗർ ചെയ്തിട്ട് റിലീസാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരി തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് ഇവർ ആര് പറയുന്നതും കേൾക്കത്തില്ല, ആരോട് വഴക്കിടാനാണെങ്കിലും വഴക്കിടും, ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഇവിടെ മെർജിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഡിവൈൻ യൂണിയൻ വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ ആരെയും പേടിക്കാതെ തന്നെ ചില ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ റിലീസാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് ഇവർ റിലീസാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഇവരുടെ ആ ഒരു സ്ട്രെങ്തിൽ നിന്ന് ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടും ആ രീതിയിലുള്ള മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെറിയ രീതിയിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നോർമലായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് കുറച്ച് ഈഗോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ സ്വയമാണ് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളോട് എന്തോ വലിയ ഒരു കാര്യം ചെയ്തു എന്നുള്ള ഈഗോയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ഇത്ര മാത്രം കഷ്ടപ്പെട്ട് വിഷമിച്ച് ഇവർക്ക് വേണ്ടി കാത്തിരുന്നു, അപ്പോൾ ഇവർ സ്വന്തം ഇഷ്ടത്തിന് തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, ഇവരുടെ സ്വന്തം എഫേർട്ടിലാണ് ഇവർ തിരികെ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഈഗോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ആരാണ് ഇവരെ പിടിച്ച് കെട്ടിവെക്കാൻ ശ്രമിച്ചത് അവരിൽ നിന്ന് മുക്തരാവുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ്, ഡെസ്റ്റിനി നിങ്ങളുടെ കൂടെയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ഡിവൈൻ കണക്ഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടേത് ട്വിൻ ഫ്ലെയിം ജേണിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇനി ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കുറേ ആൾക്കാരുടെ പേഴ്സൺ വളരെ ദുഃഖത്തിലാണ്. ഇവരുടെ ദുഃഖത്തിനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് കുറേ ആൾക്കാരുടെ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻറ്റ്യൂഷൻ വരികയാണ്, നിങ്ങളിൽ നിന്ന് ഇവർ ദൂരെ പോകുകയാണ് എന്നുള്ള. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരിൽ നിന്ന് ദൂരെ പോകുകയാണ് എങ്കിൽ ഇവർക്ക് പറ്റത്തില്ല ജീവിക്കാൻ എന്നാണ്. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുമായിട്ട് കംപ്ലീഷനിൽ വരണമെന്നാണ്. ഇവിടെ ഇവർ ഏതെങ്കിലും സിറ്റുവേഷനിൽ ട്രാപ്ഡ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ കള്ളം പറഞ്ഞായാലും ഇവർ നിങ്ങളെ ഇവരുടെ ജീവിതത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും നിങ്ങളെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്ത് പോവാൻ ഇവർ സമ്മതിക്കത്തില്ല. കാരണം നിങ്ങൾ ഇവിടെ കൂടെ മാത്രമാണ് ഇവർ കംപ്ലീഷൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ലാതെ ഇവർക്ക് ഒട്ടും തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്ത് വിടുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടായാലും ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ വേണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം കോംപ്ലിക്കേറ്റഡ്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും കോംപ്ലിക്കേറ്റഡ്. ഇവിടെ നിങ്ങളിൽ രണ്ടുപേരിൽ ഒരാൾ ആഗ്രഹിച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ എൻ്റെ പാർട്ട്ണറിനെ എൻ്റെ അടുത്ത് തന്നെ നിർത്തും, എന്നിൽ നിന്ന് ദൂരെ പോകാതെ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്.
എക്സ്ട്രീം ലെവലിൻ്റെ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് നിങ്ങളെ വേണോ താനും, പക്ഷെ നിങ്ങൾ ഇവരിൽ നിന്ന് അകന്നു പോകുന്നത് സഹിക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ എക്സ്ട്രീം ലെവലിൽ ഇവർ ഇരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ അനദർ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അനദർ നമ്പറിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിപ്പോൾ ഏത് മൂഡിലാണ്, ഹാപ്പി മൂഡിലാണോ, സാഡ് മൂഡിലാണോ, ഏത് വൈബ്രേഷനിലാണ് നിങ്ങളുള്ളത് എന്ന് ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇവർ സ്നേഹിക്കുന്ന ആൾക്കാരെ ഹേർട്ട് ചെയ്യാൻ ഇവർക്ക് ഒട്ടും പറ്റത്തില്ല എന്നാണ് ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ പോകുന്ന ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഹേർട്ടാവുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ദൈവത്തിനോട് പ്രേ ചെയ്യാൻ, എങ്ങനെയെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവരൂ, എങ്ങനെയെങ്കിലും ഈ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം കൊണ്ടുവരൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ പ്രേ ചെയ്യുകയാണ് ദൈവത്തിനോട്. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 7 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 25 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊനേറ്റ് ആകും. 25 മണിക്കൂറിനുള്ളിൽ കൂടുതലായിട്ട് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മെസ്സേജോ കോളോ ലഭിക്കും എന്നിവിടെ കാണുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ഇല്ല എങ്കിൽ പ്രേ ചെയ്യുക മദർ ഗായുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ സ്വന്തം കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും എത്രത്തോളം ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡൈവേർട്ട് ചെയ്യുക കരിയറിലേക്ക്. കുറച്ച് സമയം നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുക. നിങ്ങളുടെ എനർജി അവർക്ക് സെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക അവരിൽ നിന്ന് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരോ ചതിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ നെഗറ്റീവ് കർമാസിൻ്റെ ബലം ഇവർക്ക് ലഭിക്കുന്നതായിട്ട്, നെഗറ്റീവായിട്ടുള്ള ഏതോ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ഏതോ ഒരു വ്യക്തി ഇവരെ ചതിക്കുന്നതായിട്ട്, അവരിൽ നിന്ന് ട്രിഗർ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം നിങ്ങൾ കൂടുതലും നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്യുക. ഇവർക്ക് എനർജി കൊടുക്കാതിരിക്കുക. ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം ഇവർ സ്വയം അനുഭവിക്കുന്നതാണ് നല്ലത്. പറയുന്ന ടൈം പീരീഡ് 25 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണെ ഇമോഷണലായിട്ട് ആരൊക്കെയാണോ വിഷമിപ്പിച്ച് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് അവരിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ കമ്മിങ് 25 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ചതി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നോക്കേണ്ട സിറ്റുവേഷനിലുള്ള നെക്സ്റ്റ് ആക്ഷൻ നോക്കി. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ കോണ്ടാക്റ്റിലുള്ളവർക്കും ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഗ്രഹണത്തിനും ഫുൾ മൂണിനും ശേഷം ഹെവി എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ലൈഫിൽ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഉള്ള ആ ഒരു മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവർ കാരണം ഇവരുടെ മൂഡ് വളരെ മോശമാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡിസ്റ്റർബായിട്ട് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ മൂഡ്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ലോജിക്കായിട്ടായിരിക്കും ചിന്തിക്കുന്നത്, ഹൃദയം കൊണ്ട് ചിന്തിക്കത്തില്ല. അത് നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ട് എങ്കിൽ ഇവർ ഹൃദയം കൊണ്ട് ചിന്തിക്കത്തില്ല, ലോജിക്കായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക വേറെ എന്തെങ്കിലും കാര്യത്തിൽ. ഇവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക. ഇവർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മെസ്സേജോ കോളോ വരുന്നത് വരെ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജോ കോളോ ചെയ്യാൻ പാടില്ല. അതായത് ഇവരുടെയൊക്കെ എപ്പോഴാണോ നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നത് അതുവരെ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാനോ ഒന്നിനും പോകണ്ട. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രാൻസ്ഫർമേഷൻ സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഹെവി കർമ്മ റിലീസിങ്ങിൻ്റെ ആ ഒരു ടൈമാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഇവർ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പേഴ്സൺ ഇലൂഷനിൽ നിന്നും കൺഫ്യൂഷനിൽ നിന്നും പുറത്തു വരുന്നതാണ് ഈ ഒരു ടൈം പീരീഡ്. ആരൊക്കെയാണോ ഇവർ നല്ലതെന്ന് വിചാരിച്ചത് അവർ നല്ലതല്ല എന്ന് ഇവർക്ക് മനസ്സിലാകും. ഈ ഒരു എനർജി 20 തൊട്ട് 25 അവേഴ്സ് വരെ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. നിങ്ങളും കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.